ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഹൈ വൊളാറ്റിലിറ്റി വ്യൂ ആണ് നമ്മുടെ മനസ്സിലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില ഓപ്ഷൻസ്, സ്ട്രാറ്റജികളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ആദ്യത്തേത് ലോങ് സ്റ്റാർട്ട്. ഇതിൽ ചെയ്യുന്നത് ഒരു ATM കോൾ വാങ്ങുകയാണ്, അതോടൊപ്പം ഒരു അറ്റ്-ദ-മണി പുട്ടും വാങ്ങുകയാണ്. ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിനാണ്. 27 മാർച്ചിൽ എക്സ്പയർ ആവുന്നവ ഓപ്ഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അറ്റ്-ദ-മണി എന്ന് പറയുമ്പോൾ 49,100, കാരണം ബാങ്ക് നിഫ്റ്റി 49,099 നിൽക്കുന്നത്. സോ അറ്റ്-ദ-മണി ഈസ് 49,100. ലോങ് സ്റ്റാർട്ടിൽ ഒരു അറ്റ്-ദ-മണി കോൾ വാങ്ങുന്നു, ഒരു അറ്റ്-ദ-മണി പുട്ട് വാങ്ങുന്നു. ഓപ്ഷൻസ് ബൈ 27 March. At-the-money is 49,100. Call option buy ഇങ്ങനെ വന്നു. ഒപ്പം നമ്മൾ പുട്ട് ഓപ്ഷൻ വഴി ചെയ്യുകയാണ്. പുട്ട് ഓപ്ഷൻ ആഡ് പൊസിഷൻ ബൈ. സോ കോളും പുട്ടും ഒരുമിച്ച് വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ലോങ് സ്റ്റാർഡിലാണ്. ലോങ് സ്റ്റാർഡിൽ ഇതിൽ ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് 74,265 അത് ഈ രണ്ട് ഓപ്ഷനും വാങ്ങുവാനായിട്ട് ചിലവഴിച്ച പ്രീമിയം തുകയാണ്. ഇവിടെ ബ്രേക്ക് ഇവൻ 47,125 ആണ്. താഴേക്ക് 47,125 അതിന് താഴേക്ക് പോയാൽ മാത്രമാണ് നമ്മൾ പ്രോഫിറ്റ് എടുക്കുക. ബാങ്ക് നിഫ്റ്റി താഴേക്ക് പോവുകയാണെങ്കിൽ. മുകളിലേക്കാണെങ്കിൽ 51,575 മുകളിലേക്ക് പോയാലാണ് പ്രോഫിറ്റ് കിട്ടുക. ഈ രണ്ടിനും ഇടയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നഷ്ടം വരും. ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് ഈ 49,100 അടുത്താണ്. അവിടെ നിന്നാൽ നമുക്ക് നഷ്ടം തന്നെയാണ്. കാരണം അതാണ് മാക്സിമം ലോസ് നമുക്ക് വരിക. മാക്സിമം ലോസ് വരുന്നത് 59,265 ആണ്. ഓക്കെ, ഇതാണ് ഈ ഒരു സ്ട്രാറ്റജി. മുകളിലേക്ക് പോയാൽ ബാങ്ക് നിഫ്റ്റി ഒരു 10% മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 80,000 രൂപയ്ക്ക് അടുത്താണ്. 75,000 ആണ്. 10% താഴേക്ക് പോയാലോ? 10% താഴേക്ക് പോയാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് 91,000 ആണ്. ഇത്രയ്ക്ക് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 42.08% മാത്രമേ ഉള്ളൂ. നമുക്കൊരു വ്യൂ ഉണ്ടെങ്കിലാണ് ഇങ്ങനെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യും, സ്റ്റോക്ക് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യും, എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് അറിയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സ്ട്രാറ്റജി. ഇതിനെയാണ് ഹൈ വൊളാറ്റിലിറ്റി സ്ട്രാറ്റജി എന്ന് പറയുക. വൊളാറ്റൈൽ ആവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കരുതുമ്പോഴാണ് നമ്മൾ ചെയ്യുക. 20% താഴ്ത്തു പോകുന്നെങ്കിൽ നമുക്ക് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടും. ഈ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയില്ല. ഓക്കെ, അടുത്ത സ്ട്രാറ്റജി. ഇവിടെ ഈ ഒരു ലോങ് സ്റ്റാറിലെ റിസ്ക് എന്ന് പറയുന്നത് പ്രീമിയം എത്ര കൊടുത്തോ അതാണ് മാക്സിമം റിസ്ക്. അൺലിമിറ്റഡ് റിവാർഡാണ് ഇതിനകത്തുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ളത്. രണ്ടാമത്തെ സ്ട്രാറ്റജി ലോങ് സ്ട്രാങ്കിളാണ്. ഇവിടെ ലോങ് സ്റ്റാറിലും ലോങ് സ്ട്രാങ്കിളും തമ്മിലുള്ള വ്യത്യാസം, സ്ട്രാങ്കിളില് സ്ട്രൈക്ക് കുറച്ച് ഇത് അറ്റ് ദ മണി ആയില്ല, രണ്ടും ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. ഔട്ട് ഓഫ് ദ മണി ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ട്രാങ്കിൾ കിട്ടുക. റീസെറ്റ് ഔട്ട് ഓഫ് ദ മണി പുട്ട് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് സ്വല്പം ഇങ്ങോട്ട് മാറ്റി ഒരു 48,600 ചെയ്യാം, അല്ലെങ്കിൽ 48,500 ചെയ്യാം. 48,500 പുട്ട് ബൈ. അതുപോലെ കോൾ ഓപ്ഷനും ഒരു 49,500 ചെയ്യാം. ഇങ്ങനെ ഒരു ചാർട്ട് നോക്കി കിട്ടി. ഏകദേശം നമ്മളിപ്പോൾ കണ്ട ഷോർട്ട് സ്റ്റാർഡിന്റെ അതേ രീതിയിലുള്ള ഒരു ചാർട്ടാണ്, പക്ഷെ കുറച്ചുകൂടെ വൈഡാണ് ഈ ഒരു ഏരിയ. നമുക്ക് പ്രീമിയം മാർജിൻ കുറച്ച് മതി. മാക്സിമം ലോസും അതുകൊണ്ട് കുറയുന്നുണ്ട്. പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 39.97% ആണ്. ഇവിടെയും ബ്രേക്ക് ഇവൻസ് ഇതുപോലെ കാണിക്കുന്നുണ്ട്. താഴേക്കാണെങ്കിൽ 46,696, മുകളിലേക്കാണെങ്കിൽ
51,304 അതിന് മുകളിലേക്ക് പോയാലേ പ്രോഫിറ്റബിൾ ആവുകയുള്ളൂ. ഇവിടെ ഇതിനേക്ക് താഴേക്ക് പോയാലേ പ്രോഫിറ്റബിൾ ആവുകയുള്ളൂ. ഇവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലോസ് കിട്ടും. ഇതാണ് ആ ലോസ് എന്ന് പറയുന്നത്. മാക്സിമം നമ്മൾ കൊടുത്ത പ്രീമിയമാണ് നമ്മുടെ ലോസ്. പക്ഷേ പ്രോഫിറ്റ് ആണെങ്കിൽ 15% താഴേക്ക് സ്റ്റോക്ക് പോയാൽ നമുക്ക് 1,58,000 രൂപ കിട്ടും. മുകളിലേക്കും അതുപോലെ പോയി കഴിഞ്ഞാൽ 14% പോയാൽ 15% പോയാൽ 1,80,000 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇതും എങ്ങോട്ടെങ്കിലും ഈ സ്റ്റോക്ക് വളരെ വലിയ രീതിയിൽ പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലാണ് ഇത് രണ്ടും ചെയ്യേണ്ടി വരുന്നത്. ഈ സ്ട്രാറ്റജികൾ ചെയ്യുക. അപ്പോഴാണ് റിസ്ക് പ്രീമിയം എത്രയാണോ നമ്മൾ കൊടുത്തത് അതാണ് നമ്മുടെ മാക്സിമം ലോസ്. റിവാർഡിന് വളരെയധികം ചാൻസ് ഉണ്ട്. ഒരുപാട് വലിയ എമൗണ്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ട്രേഡ് വിജയിച്ചാൽ മാത്രം. മൂന്നാമത്തെ സ്ട്രാറ്റജി സ്ട്രാഡിൽ ബാക്ക് സ്പ്രെഡ് ആണ്, അല്ലെങ്കിൽ കോംബോ ബാക്ക് സ്പ്രെഡ് എന്നതിനെ പറയാറുണ്ട്. ഇതിനകത്ത് അറ്റ് ദ മണി കോളും അറ്റ് ദ മണി പുട്ടും വിൽക്കുകയാണ് ആദ്യം ചെയ്യുക, അല്ലെങ്കിൽ അതാണ് ഇതിനകത്ത് ഒരു കമ്പോണന്റ്. പിന്നെ ചെയ്യുന്നത് ഔട്ട് ഓഫ് ദ മണി കോളും ഔട്ട് ഓഫ് ദ മണി പുട്ടും വാങ്ങുന്നുണ്ട്. പക്ഷെ 2 എന്നുള്ള രീതിയിലാണ് വാങ്ങുക. 1-2 എന്നുള്ള ഒരു പ്രൊപ്പോർഷനിലാണ് ഇത് ചെയ്യുക. സെല്ല് ചെയ്യുന്നത് 1 ബൈ ചെയ്യുന്നത് 2 ആയിരിക്കണം. ചെയ്ത് നോക്കാം. അറ്റ് ദ മണി കോളും അറ്റ് ദ മണി പുട്ടും വിൽക്കുക. ബാങ്ക് നിഫ്റ്റി 49,100 ആണ്. ഓപ്ഷൻസ് സെൽ 39,100. സോറി 49,100. സെല് ചെയ്യുന്നു. കോൾ ഓപ്ഷൻ 49,100 സെല് ചെയ്യുന്നു. കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും അറ്റ് ദ മണി ഒരുമിച്ച് വിൽക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ചെയ്യേണ്ടത് ഔട്ട് ഓഫ് ദ മണി 2 കോളും ഔട്ട് ഓഫ് ദ മണി 2 പുട്ടും വാങ്ങുകയാണ് ചെയ്യുക. ഔട്ട് ഓഫ് ദ മണി എന്ന് പറയുമ്പോൾ 49,100 ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 48,700 എടുക്കാം. ഫോർ എക്സാമ്പിൾ 48,700 പുട്ട് ഓപ്ഷൻ 2 ബൈ ചെയ്യണം. ആഡ് പൊസിഷൻ. അതുപോലെ ഈ ഭാഗത്തും ഒരു 3-4 സ്ട്രക്ക് ഇങ്ങോട്ട് വന്ന് 49,600 അല്ലെങ്കിൽ 49,800 കോൾ ഓപ്ഷൻ വാങ്ങണം. ബൈ ചെയ്യണം. നമുക്കപ്പോൾ ഇങ്ങനെയൊരു ഐറ്റമാണ് കിട്ടുന്നത്. ഇത് നമ്മളെ ഷോർട്ട് സ്റ്റാങ്കിൾ അല്ലെങ്കിൽ ലോങ് സ്റ്റാങ്കിൾ അല്ലെങ്കിൽ ലോങ് സ്റ്റാൻഡിൽ പോലെ തന്നെയുള്ള ഒരു ഏകദേശം അതുപോലെ നിൽക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്, ഒരു പ്രൊഫൈലാണ് ഇവിടെ കിട്ടുക. പക്ഷേ ഇവിടെ നമ്മൾ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. 58,869 മാർജിൻ ആവശ്യമാണ്. മാക്സിമം ലോസ് നമ്മൾ കളക്ട് ചെയ്ത നെറ്റ് പ്രീമിയം 56,042. അത് ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ അത് വരും. ബ്രേക്ക് ഇവനും ഇവിടെ കാണാൻ പറ്റും. ഇതിലേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാവും. ഇവിടുന്ന് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെയും വളരെ വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് സാധ്യമാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ. ഇത് 3 നമ്മൾ ഇന്ന് പഠിച്ച ഹൈ വൊളാറ്റിലിറ്റി വ്യൂ ഉള്ളപ്പോൾ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജികൾ. ഇതിലും റിസ്ക് ലിമിറ്റഡ് ആണ്, പ്രീമിയത്തിന് ലിമിറ്റഡ് ആണ്. ഒരുപാട് വളരെ വലിയ രീതിയിൽ കിട്ടാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. റിസ്ക് മാനേജ് ചെയ്യുന്നത് പൊസിഷൻ സൈസിങ്ങിലൂടെയാണ്. ക്യാപിറ്റൽ മൊത്തം ഉപയോഗിച്ച് ചെയ്യാതിരിക്കുക. ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി കൂടുമ്പോൾ പ്രീമിയത്തിന്റെ റേറ്റ് കൂടുന്നുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്ത് പുറത്തു വരാം. ഇംപ്ലൈഡ് വൊളാറ്റിലിറ്റി താഴേക്ക് പോകുമ്പോൾ അത് നമ്മൾ മനസ്സിലാവുന്നത് ഓപ്ഷൻ പ്രീമിയം കുറയുമ്പോഴാണ്. അത് മുൻകൂർ കാണാൻ പറ്റിയാൽ അല്ലെങ്കിൽ അത് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് എക്സിറ്റ് ആവാനുള്ള ഒരു അവസരമുണ്ട്. ഇനി അതുമല്ല എങ്കിൽ ഒരു പ്രീ ഡിഫൈൻഡ് എക്സിറ്റ് പോയിന്റ്സ്, ഒരു നിശ്ചിത പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ
10% പ്രോഫിറ്റ് ക്യാപിറ്റലിൻ്റെ, അല്ലെങ്കിൽ 25% പ്രോഫിറ്റൊക്കെ എത്തും, ഇടയ്ക്കിടയ്ക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ അങ്ങനെയും എക്സിറ്റ് ആവാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.